കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. സിസ്റ്റേഴ്സിനെ രണ്ടുപേരെയും കണ്ടിരുന്നു. ചില വിഷയങ്ങളൊക്കെ സംസാരിച്ചു. ജയിൽ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉള്ളത്, നമുക്കറിയാം ഇത്രയും ദിവസമായി 8 ദിവസം കഴിഞ്ഞു. അപ്പോൾ ക്ഷീണിതരാണ്. വലിയൊരു സഹനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഇത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, 2 സന്യസ്തർക്ക് വേണ്ടി മാത്രമല്ല, അത് കേരള സമൂഹത്തിനും വേണ്ടി മാത്രമല്ല, വലിയൊരു സന്ദേശമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ 2 സന്യസ്തർ കൊടുക്കുന്നത്. അതും മാത്രമല്ല, ഇവിടെ ഞങ്ങൾ ഈ ആദിവാസിയുടെ ആ ബാലനെയും കണ്ടു. അപ്പോൾ വലിയൊരു പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും. ഇവിടെ സൂചിപ്പിച്ചു എന്താണ് ഇന്നലെ കോടതിയിൽ നടന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളതിന് എല്ലാ വിവരങ്ങളും കൊടുത്തു. ഇന്ന് ഓർഡേഴ്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. വലിയൊരു പ്രതീക്ഷയിൽ ആകുന്നു. ഞങ്ങളെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 2 കന്യാസ്ത്രീമാരെയും അതുപോലെ ആദിവാസി ബാലനെയും കണ്ടു. ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനരായ എംപിമാർ പറഞ്ഞു. ആദിവാസി ബാലന്റെ കാര്യത്തിൽ തോന്നിയൊരു കാര്യം, യുവാവ് 19 വയസ്സ് ഉള്ളതാണ്. അപ്പോൾ തോന്നിയൊരു കാര്യം, ജയിലധികൃതർ ബോധപൂർവം പറയിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു റെഡിമെയ്ഡ് ഉത്തരം പറയുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ കുറെ കാലമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയമുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവന് യാതൊരു പ്രയാസവും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംസാരിച്ചതുപോലെയാണ് തോന്നിയത്. സിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അവര് ഓരോ ദിവസവും ഇറങ്ങാമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനകത്ത് നിൽക്കുന്നത്. ആ പ്രതീക്ഷ കൊണ്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഒരു സമാധാനം ഇരിക്കാൻ അവർക്ക് സ്വാഭാവികമായിട്ടൊരു കരുത്തുള്ളത് കൊണ്ടാവാം അവരങ്ങനെ ഇരിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ 1-2 കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുമെന്ന് വിചാരിച്ചവർ അപ്രതീക്ഷിതമായ കേന്ദ്രത്തിലെത്തി 9 ദിവസമായി. അതിന്റെ പ്രയാസങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. പക്ഷേ നമ്മുടെ ഈ അഭൂതപൂർവമായ ഒരു പിന്തുണ, ഒരു സംസ്ഥാനം ഒറ്റക്കെട്ടായി അതിലുപരി ഒരു രാജ്യമൊക്കെ നിൽക്കുന്ന ഒരു കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞു. പല വിവരങ്ങൾക്കും അവർക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം അവർ ഇൻഫോംഡ് അല്ലല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോടതിയിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും അവർക്ക് അറിയുമായിരുന്നില്ല. എന്തായിരുന്നാലും അവരുടെ മനോബലം കൊണ്ടും മറ്റും ഒക്കെ നിൽക്കുന്നു. അവരെക്കുറിച്ച് എല്ലാവരുടെയും ഒരു പിന്തുണ അവർക്കുണ്ട് എന്നത് അവരെ കൂടുതൽ ആഹ്ലാദഭരിതരാക്കുന്നുണ്ട്. ഞങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചു. ഉറച്ച പ്രതീക്ഷയാണ്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ല വാർത്തയുമായിട്ട് കാണാമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്.